അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികൾ ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകാൻ നോക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാണ്, ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്തുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ച് വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFിനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ നദിയിലെ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴുള്ള പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 150 മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പോൾ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയുണ്ട്. അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് അത് പ്രത്യേകമായി അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ
സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടും. Yes, missing. No, it is missing. It is missing. They are searching through various means. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്കകം ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ്? അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ് പ്ലീസ് പ്ലീസ്. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home also. We have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. അത് രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേരും നിൽക്കുകയാണ്. അത് CPM-കാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ ഞാൻ പറഞ്ഞുതരാം. കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല.
ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർക്ക് കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.